ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. എണ്ണക്കൊതിയനായ കരടി ക്ഷേത്രമുറ്റത്ത് വീണ്ടും എത്തി നെയ്യും എണ്ണയും ഭക്ഷിച്ചു മടങ്ങി. അമരമ്പലം തേൾപ്പാറയിലെ ക്ഷേത്രാങ്കണത്തിലാണ് വീണ്ടും കരടിയെത്തി നെയ്യും എണ്ണയും കട്ടുതിന്നത്. ജനവാസ മേഖലയിൽ അടിക്കടി കരടിയെത്തുന്നത് ജനങ്ങളിൽ ഭീതി പരത്തിയിട്ടുണ്ട്. എണ്ണക്കൊതിയൻ കരടിയെ പിടികൂടാൻ വനംവകുപ്പ് കെണിയും സ്ഥാപിച്ചു കഴിഞ്ഞു. തേൾപ്പാറ അയ്യപ്പ ക്ഷേത്രാങ്കണത്തിൽ കരടിയെത്തുന്നത് വിശ്വാസികൾ മനസ്സിലാക്കിയത് ശനിയാഴ്ചയാണ്. ക്ഷേത്രത്തിനുള്ളിൽ അജ്ഞാത കാൽപ്പാടുകൾ കണ്ടെത്തിയതോടെ എന്താണെന്ന് മനസ്സിലാവാതെ നാട്ടുകാരും പോലീസും ഏറെ വട്ടം കറങ്ങിയതിനു ശേഷമാണ് വനപാലകരെത്തി കാൽപ്പാട് കരടിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇതിനുശേഷം ചൊവ്വാഴ്ച രാത്രിയാണ് വീണ്ടും ഇതേ ക്ഷേത്രത്തിലും എടപ്പോയിൽ വേലുവിന്റെ കുടുംബക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലും കരടിയെത്തിയത്. വിളക്കുകൾ തട്ടിമറിക്കുന്ന ശബ്ദം കേട്ട് ജനൽ തുറന്നു നോക്കിയപ്പോഴാണ് കുടുംബക്ഷേത്രമുറ്റത്ത് നിൽക്കുന്ന കരടിയെ കണ്ടതെന്ന് വേലു പറഞ്ഞു. ഇവിടെ സൂക്ഷിച്ച എണ്ണയും നെയ്യും ഭക്ഷിച്ച ശേഷമാണ് കരടി മടങ്ങിയത്. കഴിഞ്ഞ വർഷം ഡിസംബർ ജനുവരി മാസങ്ങളിൽ TK കോളനി, ആന്റണിക്കാട്, തേൾപ്പാറ, പൊട്ടിക്കല്ല്, അർണാടൻകൈ ഭാഗങ്ങളിൽ കരടിയെത്തിയിരുന്നു. തുടർന്ന് അർണാടൻകൈയിൽ കരടിക്കായി വനം വകുപ്പ് കെണി സ്ഥാപിച്ചെങ്കിലും പിടികൂടാനായില്ല. ഇതോടെ കെണി പ്രദേശത്തു നിന്നും നീക്കം ചെയ്തു. കരടി എന്ന ആശങ്കയിൽ നിന്നും മുക്തമായി മലയോര ഗ്രാമവാസികൾ നിൽക്കുന്നതിനിടെയാണ് വീണ്ടും ആശങ്കയ്ക്കിടയാക്കി കരടിയുടെ സാന്നിധ്യം. പ്രദേശത്തെ പ്രധാന കൃഷി റബ്ബറാണ്. റബ്ബർ മരങ്ങൾക്കിടയിൽ ഭൂരിഭാഗം കർഷകരും തേൻ കൃഷിയും ചെയ്യുന്നുണ്ട്. ഇത് കർഷകരുടെ പ്രധാന വരുമാന മാർഗം കൂടിയാണ്. തേൻ കുടിക്കാനായി കരടികൾ ഇവിടെ എത്തുന്നത് പതിവായതോടെ മിക്ക കർഷകരും തേൻ കൃഷി ഉപേക്ഷിച്ച സ്ഥിതിയാണുള്ളത്. ഇതോടെയാണ് എണ്ണയും നെയ്യും തേടി കരടിയെത്താൻ തുടങ്ങിയത്. റബ്ബർ ടാപ്പ് ചെയ്യുന്നതിനായി പുലർക്കാലങ്ങളിൽ തോട്ടത്തിലെത്തുന്ന തൊഴിലാളികൾക്കും രാത്രി നേരങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളിലും സഞ്ചരിക്കുന്നവർക്ക് കരടി ഭീഷണിയാവുന്നുണ്ട്. കരടി ജനവാസ മേഖലയിൽ എത്തുന്നുവെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കാളികാവ് വനം റേഞ്ചിലെ ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ അധികൃതർ തേൾപ്പാറ ക്ഷേത്രത്തിന് സമീപം കെണിയും സ്ഥാപിച്ചിട്ടുണ്ട്. കരടിയെ പിടികൂടുന്നതിനായി നിരവധി തവണ ഫോറസ്റ്റ് അധികൃതർക്ക് പരാതികളും നിവേദനങ്ങളും നൽകിയതായും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്നും ആരോപണമുണ്ട്. തേൾപ്പാറ അയ്യപ്പ ക്ഷേത്രത്തിലും ഇതിന് തൊട്ടടുത്തുള്ള കുടുംബക്ഷേത്രങ്ങളിലൊക്കെ ആയിട്ട് കരടി തുടർച്ചയായ 2ാം തവണയാണ് ഇവിടെ എത്തുന്നത്. അധികൃതർ വന്നു നോക്കി എന്നല്ലാതെ അതിനുവേണ്ടി കരടിയെ പിടികൂടുന്നതിലേക്കായുള്ള യാതൊരു നടപടികളും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഇത് അവർ വളരെ ലാഘവത്തോടു കൂടിയാണ് കാണുന്നത്. നമുക്കറിയാം, കരടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അപകടകാരിയായ ഒരു വന്യമൃഗമാണ്. ഈ മൃഗം നാട്ടിലിറങ്ങി വിലസൽ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. ഈ കരടി നാട്ടിലേക്ക് ഇറങ്ങി തുടങ്ങിയ ആദ്യ സമയം തൊട്ട് തന്നെ യൂത്ത് കോൺഗ്രസ് DFOയ്ക്ക് പരാതി അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്താണ്. ഒരു കൂട് കൊണ്ടുവന്നു വെച്ചു എന്നല്ലാതെ അതിനുവേണ്ടി ആ കരടിയെ പിടിക്കുന്നതിലേക്കായിട്ട് വേറെ യാതൊരു മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഈ ക്ഷേത്രത്തിന്റെ വാതിൽ തള്ളി തുറന്ന് നെയ്യും അതുപോലെ എണ്ണയും ഒക്കെയാണ് കരടി ഭക്ഷിച്ചതെങ്കിൽ നാളുകളിൽ ഇത് വീടുകളുടെ വാതിലുകൾ തള്ളി തുറക്കുകയും അതുപോലെ വീട്ടിലെ ജനങ്ങളെ ആക്രമിക്കുകയും മറ്റുള്ള ജനങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുന്നേ ഈ ജനങ്ങളുടെ ഭീതി അകറ്റാൻ വേണ്ട നടപടികൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.